ഇത്രയും പേര് ഒരുമിച്ച് കേക്ക് മുറിക്കുമ്പോൾ ഇത്രയും പേരുടെ ബർത്ത്ഡേ ആണോ എന്ന് തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടല്ലോ, ഗുഡ് ലക്ക് ഫാത്തിമ. അതെ, ഞങ്ങളുടെ എല്ലാമായിരുന്ന ഞങ്ങളുടെ സ്വന്തം ഹൗസ് മദർ എന്നതിനുപരി ഞങ്ങളുടെ അമ്മയായിട്ടും ചേച്ചിയായിട്ടും സഹോദരിയായിട്ടും എല്ലാ കാര്യത്തിലും എന്താവശ്യം ഉണ്ടെങ്കിലും ഓടി ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു സൊല്യൂഷനുണ്ട്. അങ്ങനെ ഒരാളായിട്ട് നിന്ന ആളാണ് ഞങ്ങളുടെ സ്വന്തം ഫാത്തിമാക്ക. അപ്പോൾ ഫാത്തിമാക്ക നമ്മുടെ ഹോസ്റ്റലിനോടൊക്കെ ഒരു ബൈ പറഞ്ഞ് പോവുകയാണ്. ആളുടെ റിട്ടയർമെൻറ്റ് ലൈഫിലോട്ട് എൻ്റർ ആവാൻ പോവുകയാണ്. നമ്മൾ പറയില്ലേ, റിട്ടയർമെൻറ്റ് ലൈഫ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു അവസാനമല്ല, അതൊരു പുതിയ ചാപ്റ്ററിൻ്റെ തുടക്കം മാത്രമാണ്. അപ്പോൾ ഈ ലൈഫ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലേ, ലൈഫിൽ പല ചേഞ്ചസുകളുണ്ടാകും. അതെല്ലാം മൂവ് ഓൺ ചെയ്ത് മുന്നോട്ട് പോകുന്നവർക്കാണ് എപ്പോഴും അത് എൻജോയ് ചെയ്യാൻ പറ്റുക. അങ്ങനെ എൻജോയ് ചെയ്യുന്ന ഒരാളാണ് ഈ ഫാത്തിമ സിസ്റ്റർ കേട്ടോ. പാർട്ടി ഉണ്ടായിരുന്നു. പാർട്ടിയിൽ ഫാത്തിമ സിസ്റ്റർ ആദ്യമേ പറഞ്ഞത്, ഞാൻ തന്നെ നിങ്ങൾക്ക് ബിരിയാണി ഉണ്ടാക്കി തരും. കാരണം ഇനി ഞാൻ എപ്പോൾ നിങ്ങൾക്ക് ബിരിയാണി ഉണ്ടാക്കി തരും എന്ന് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് അറിയില്ല, അതൊരു അവസരം എനിക്കിപ്പോഴല്ലാതെ എപ്പോൾ കിട്ടുമെന്ന് എനിക്ക് പോലും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ആൾ ഒത്തിരി ഡിമാൻഡ് ചെയ്തപ്പോൾ ഞങ്ങളങ്ങ് സമ്മതിച്ചു. അങ്ങനെ ഫാത്തിമ സിസ്റ്ററിൻ്റെ സ്പെഷ്യൽ ടേസ്റ്റി ബിരിയാണിയൊക്കെ കഴിച്ച് ഞങ്ങളതങ്ങ് എൻജോയ് ചെയ്തു.